പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന ഒരു വിധമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ചർമ്മത്തിന് നല്ല ഗുണമുള്ള ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാശിയലവുള്ള ഒന്നാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഇപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളപ്പിക്കാത്ത പാലാണ്. പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ മുഖത്ത് ക്ലെൻസ് ചെയ്യുന്നതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് കോട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കോട്ടൺ കൊണ്ട് നമുക്ക് കോട്ടൺ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ഈ തിളപ്പിക്കാത്ത പാല് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തിന് മൃദുത്വവും അതുപോലെ തന്നെ തിളക്കവും ഒക്കെ ലഭിക്കുന്നതിനും അതുവഴി നല്ലൊരു ഭംഗി ലഭിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്കിതൊന്ന് തുടച്ചു കളയാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചു കളയാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. മസൂർ ദാലിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ്. ഇതിൽ നിന്ന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട്, ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനത് കുറച്ച് ആവശ്യത്തിന് എടുത്തു. കാരണം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി. അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുഖത്ത് വരട്ടി കൊടുക്കണം. കണ്ണിൻ്റെ സൈഡിലൊന്നും നമ്മൾ കണ്ണിൻ്റെ തൊട്ട് താഴെ തേച്ച് കൊടുക്കരുത്. നമ്മൾ തേച്ചാലും നമ്മൾ ഒരു കാരണവശാലും അവിടെ സ്ക്രബ് ചെയ്യരുത് കണ്ണിൻ്റെ താഴ്വശത്ത്. അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഹാർഡായിട്ടൊന്നും മസാജ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്തിട്ടില്ല. ഒരുവിധം ഒന്ന് സ്ക്രബ് ചെയ്ത് ഇനിയിപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് തുടച്ച് കളയാം. ഇത് നമുക്കൊന്ന് തുടച്ച് കളയാം. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മസൂർ ദാൽ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം മാറ്റം വരും. മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ആവാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഈ മസൂർ ദാൽ. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ്ങും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് മസാജിങ് ആണ്. മസാജ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് പൗഡറാണ്. ഇപ്പോൾ ബീട്രൂട്ട് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ആയാലും നമുക്ക് എടുക്കാം. ഈ ബീട്രൂട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിക്കാനായിട്ട്. അടിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് അലോവേര ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ബീട്രൂട്ട് പൗഡറും അലോവേര ജെല്ലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ്, ഞാനിപ്പോൾ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് റോസ് വാട്ടറാണ്, അതും 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളമായി പോവരുത്. നമ്മൾ പിന്നെ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്ത് ഇത് രണ്ടും കൂടി ഇത്രയും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ലൊരു പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് തേക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബീട്രൂട്ട് പൗഡർ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നമുക്ക് വലിയ പാടൊന്നും ഉള്ളതല്ല. നമ്മൾ ഒരു 2-3 ബീട്രൂട്ട്, ഇച്ചിരി വലുതൊക്കെ ആണെങ്കിൽ 2-3 ബീട്രൂട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നല്ല പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. കാരണം നന്നായിട്ട് നിരത്തിയിട്ട് നല്ലതായിട്ട് ഉണങ്ങി കിട്ടണം. ഉണങ്ങി കിട്ടിയിട്ട് പൊടിച്ച് കഴിയുമ്പോൾ നല്ല കളറോടുകൂടി, നല്ല കളറുള്ള ബീട്രൂട്ടാണെങ്കിൽ നല്ല കളർ തന്നെ ഇതിന് കിട്ടും. ഇതിപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട് ഇതിന്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മസാജിങ് ആണ്. ഇത് തേച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം വേണം മസാജ് ചെയ്യാനായിട്ട്. എപ്പോഴും ഇതിങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് വേണം, ഇതുപോലെ വേണം മസാജ് ചെയ്യുക. ഇതേപോലെ മസാജ് ചെയ്യരുത്, അത് കവിളുകളൊക്കെ തൂങ്ങാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരുപാട് ബലമൊന്നും കൊടുത്ത് മസാജ് ചെയ്യണ്ട. കണ്ണിനടിയിൽ ഈ വിരൽ വെച്ച് തന്നെ മസാജ് ചെയ്യണം. ഞാൻ മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ടല്ലോ. കയ്യിൽ തന്നെ നല്ല കളറാണ് ഇതിന് മസാജ് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ച് കളയാം. കണ്ടില്ലേ എന്തൊരു നല്ലൊരു മാറ്റം. മസാജിങ് വരെ കഴിഞ്ഞപ്പോഴേക്കും 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മാറ്റമുണ്ട്. കണ്ടോ, നല്ലൊരു മാറ്റമാണ്. അപ്പോൾ ഇത് മുഴുവനും നമുക്കൊന്ന് തുടച്ച് മാറ്റാം. ഇപ്പം ഞാനിത് കഴുകി കളഞ്ഞതല്ല, ഒന്ന് തുടച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ലൊരു മാറ്റമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്കാണ്. പാക്കിനായിട്ട് നമുക്ക് മുൾട്ടാനി മിൽട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം മുൾട്ടാനി മിൽട്ടിയുടെ ഗുണങ്ങൾ വളരെയധികം, ഫേസിന് വളരെയധികം നല്ലതാണ്. ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ മുൾട്ടാനി മിൽട്ടി. അപ്പം ഞാനത് കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ളത് എടുക്കാം. അത് മിക്സ് ആവുന്നതിന് വേണ്ടിയുള്ള ഗ്ലിസറിൻ കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് ഇനി ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർക്കാനുള്ളത്. കാരണം അത് സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. അതും കൂടി അത്യാവശ്യമായിട്ട് അതും കൂടി ചേർക്കണം. എങ്കിലേ നമുക്ക് ആ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടില്ല. മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്തു. കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഉള്ള രീതിയിലായിരിക്കണം കിട്ടുന്നത്. അതിനുശേഷം ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേക്കാവുന്നതാണ്. മുൾട്ടാണി മിൽട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. മുൾട്ടാണി മിൽട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടി എടുക്കാവുന്നതാണ്. അത് നല്ലതാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം. അത് നമുക്ക് ഇപ്പോൾ എത്ര നല്ല ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെറുതായിട്ടുള്ള അരിപ്പയിലിട്ടൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം ഇത് പാക്കായിട്ട് ഉപയോഗിക്കാനായിട്ട്. സ്ക്രബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിന് കുഴപ്പമില്ല. പക്ഷേ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം. മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് തുടച്ച് കളയാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാറ്റമാണുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായി. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെന്ന് ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അത്ര നല്ല റിസൾട്ടാണ് നമുക്കുള്ളത്. സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുഴുവൻ നമുക്കൊന്ന് തുടച്ച് കളഞ്ഞിട്ട് വരാം. ഇനിയിപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് തുടച്ചതിന് ശേഷം വരാം. നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലൊരു മാറ്റം തന്നെയാണുള്ളത് മുഖത്ത്. ഫേസിനൊക്കെ നല്ലൊരു മാറ്റമൊക്കെ ഉള്ളത് കണ്ടോ. എന്തൊരു നല്ല വ്യത്യാസമാണെന്ന് നോക്കൂ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇത് അടിപൊളി ഒരു ഹൈഡ്രാ ഫേഷ്യലാണ്. കൺതടങ്ങൾ ഉണ്ടാകുന്ന കറുപ്പ് അങ്ങനെയൊക്കെയുള്ള മുഖത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.